തന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള കളികളൊക്കെ തുടങ്ങിക്കഴിയാണ്. കുറെ ആളുകൾ തന്ത്രിയെ നല്ലതാക്കാനും വെള്ളപൂശാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ 2017 അഡ്വക്കേറ്റ് കമ്മീഷന്റെ ഒരു റിപ്പോർട്ടാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഹൈക്കോടതി പറഞ്ഞു തന്ത്രിക്ക് വാജീവാഹനം കൊണ്ടുപോകാം. ഹൈക്കോടതി അത് ഇപ്പോ യജമാനൻ ആചാര്യന് കൊടുക്കുന്നു. യജമാനൻ എന്ന് പറയുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആചാര്യൻ എന്ന് പറയുമ്പോൾ തന്ത്രി, അത് എല്ലാ കാലവും തന്ത്രി തന്നെയാണ്, അങ്ങനെ തന്നെ ഇരിക്കുന്നത്. കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. അവിടെയുള്ള ബാക്കി സാധനങ്ങളെല്ലാം ഒരു മനുഷ്യനെ എങ്ങനെയാണോ ദഹിപ്പിക്കുന്നത് അതുപോലെ ദഹിപ്പിച്ച് കളയുകയാണ്. ബാക്കി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണം എന്നാണ് വൈപ്പ്. തന്ത്രി വെള്ളപൂശുന്നവരോട് ഒരു ചോദ്യമാണ്, ഇത് തന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഈ വാജീവാഹനം തന്ത്രിക്ക് മറിച്ച് വിൽക്കാം എന്ന് കോടതി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഇതിൽ രേഖകളിൽ എങ്ങും പറയുന്നില്ല. പക്ഷേ വാസ്തവത്തിൽ തന്നെ കൺഫ്യൂഷൻ മാറ്റണമേ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കൺഫ്യൂഷൻ ജയറാം പറയുന്ന പോലെ, ജയറാം ഇതിലൊരു പ്രതിയാണ് വാസ്തവത്തിൽ, അല്ലേ, പ്രതിപട്ടികയിലില്ലെങ്കിലും ആ കൺഫ്യൂഷൻ മാറുന്നില്ല. കാരണം ഇതിൽ പല ദേവസ്വം ബോർഡുകളുണ്ടല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെ ഇത് നെയ്യാറ്റിൻകര ദേവസ്വം ബോർഡ് പറയുന്നത്, ഞാൻ പറയാം, ധ്വജവാഹനം ഉൾപ്പെടെ സ്വത്തുക്കൾ ദേവസ്വം സ്വത്തെന്ന് 2012 ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയ നടപടിക്രമത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ദേവസ്വം സ്വത്താണെന്ന്. ഇനി മറ്റൊന്നിൽ നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ, അതും ദേവസ്വത്തിൻ്റെയാണ്. അപ്പോൾ അയാൾ ഇതൊന്നും വായിച്ചു നോക്കിയിട്ടില്ല. അയാൾ 2016, വെറും 4 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ മുമ്പേ നടന്ന ഒരു സാധനം കാണാതെ ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് ത്യാഗത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ധ്വജത്തിൽ നമ്മൾ വേണ്ടാന്ന് വെക്കുക, ചരിഞ്ഞ് നിൽക്കുകയോ എല്ലാം ചെയ്യുന്നതുകൊണ്ട് വേണ്ടാന്ന് വെക്കേണ്ടി വരും. ഉറുമ്പരിച്ചുകൊണ്ട് ശബരിമല മറ്റേ ചിലർക്ക് ചിലപ്പോൾ കുടിമരം ചിലപ്പോൾ തേക്കും ഉണ്ടായിരിക്കാം. അതാണെങ്കിലും ചിലപ്പോൾ അടിയുന്ന ഇവന്മാരൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് ശരിക്കും ഒന്ന് പൂശിയാൽ മതി. പിന്നെ കുമ്മായോ മറ്റോ പൂശിയാൽ ഈ ഉറുമ്പിൻ്റെ ശല്യമൊന്നും വരില്ല. അതൊന്നും ചെയ്യില്ല, മെയിൻ്റെനൻസ് നടത്തുകയല്ല. അത് പോട്ടെ, നമ്മൾ അതല്ലല്ലോ ഡിസ്കഷൻ. ധ്വജത്യാഗത്തിന് ശേഷം തന്ത്രിയുടെ ഉപയുക്തമായി ലഭിക്കേണ്ട ധ്വജാഗ്രവാഹനം എന്ന് പറഞ്ഞാൽ കുടിമരത്തിൻ്റെ മുകളിലുള്ള വാഹനം. അതാണ് ഈ സംസ്കൃതത്തിലൊക്കെ കടുകട്ടി സംസ്കൃതത്തിൽ. ധ്വജവുമായി ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളും അഷ്ടദിക്പാലകർ തുടങ്ങിയ ക്രമപ്രകാരം തന്ത്രിക്ക് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. തന്ത്രിക്ക് കൊടുക്കണമെന്ന് ഒന്ന് പറയുന്നു, ദേവസ്വത്തിന് കൊടുക്കണം, മറ്റേത് പറയുന്നു തന്ത്രിക്ക്. ഇതിലേതാ ശരിയായ തന്ത എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം, രണ്ടായാലും ശരി, തന്ത്രി ഇത് വീട്ടിൽ കൊണ്ടുവെക്കണമെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. തന്നെ പറഞ്ഞതുപോലെ ദാറ്റ് ഇസ് ദ പോയിന്റ്. വീട്ടിൽ കൊണ്ടുവെക്കണമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? വീടെന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ ഈ പറയുന്ന പോലെ കുടുംബജീവിതം നയിക്കുന്ന സ്ഥലമാണ്. അവിടെ അദ്ദേഹം മാത്രമല്ലല്ലോ ഉള്ളത്, മറ്റു പലരും ഇല്ലേ. മറ്റാർക്കെങ്കിലും ഇതിലൊരു മോഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അടിച്ചുകൊണ്ട് പോകത്തില്ലേ ഇത്? വീട്ടിൽ കൊണ്ടുപോകണമെന്ന് തന്ത്രി എവിടെ നിൽക്കേണ്ട ആളാ? തന്ത്രി ശരിക്കും ഒരു മണ്ഡലകാലം വരെ ശബരിമലയുടെ ശ്രീകോവിലിൽ നിൽക്കേണ്ട ആളാണ്. ശബരിമല ശ്രീകോവിലിൽ അവിടെ സ്ട്രോങ് റൂമുണ്ട്, സ്റ്റോർ റൂമുണ്ട്, അത് വേറെ. അവിടെ മോഷണം ഗംഭീരമായിട്ട് നടക്കുന്നു. സ്ട്രോങ് റൂം എന്ന് പറയുന്നത് അതിനകത്ത് എന്താണെന്നുള്ളത് എല്ലാവരും എപ്പോഴും കാണുകയല്ല. അതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിലവറ പോലെ നമ്മളാരും കണ്ടിട്ടില്ല. അത് അവിടെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് വ്യക്തമാണ്. ഈ സ്ട്രോങ് റൂമിലെ ഫയലുകൾ വെക്കുന്നതാണോ? ദേവസ്വം ബോർഡിൻ്റെ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ കൊണ്ടുവരുന്ന ചോറ് വെക്കുന്ന സ്ഥലമാണോ സ്ട്രോങ് റൂം എന്ന് പറഞ്ഞാൽ? അല്ലല്ലോ. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അവിടെ ആർക്കും പ്രവേശനമില്ലാത്ത ശ്രീകോവിലിനകത്ത് ഏറ്റവും ഭദ്രമായിട്ട് വെക്കാവുന്ന ഒരു ഫയർ പ്രൂഫ് സേഫ് പോലുള്ള സംവിധാനമാണ് ഈ സ്ട്രോങ് റൂം. ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക. തന്ത്രി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷനായതുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിൽക്കണമെന്ന് പറയുന്നത്. സംരക്ഷിക്കണം മൈനറായ ആ ശാസ്താവിന്. എന്നിട്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും വെക്കേണ്ടത് സ്ട്രോങ് റൂമിലാണ്. അത് പറഞ്ഞിട്ടില്ലെന്ന് പറയാതെ അത് പറയുന്നുണ്ട്. കാരണം അത് കയ്യിലെടുത്തു കൊണ്ട് പോകാനും തൊടാനും അർഹതയുള്ള ആൾ ഇദ്ദേഹം മാത്രമാണ്, മറ്റാർക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളറിയാമല്ലോ, ഈ പോറ്റിമാർ അമ്പലത്തിൽ നിന്ന് ശ്രീകോവിലിൽ നിന്ന് ഈ പൂജ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തൊടാൻ പാടില്ല. തൊട്ടുകൂടായ്മയല്ല, ആചാരക്രമം. തൊടാൻ പാടില്ല ആചാരക്രമം. ദൈവത്തിനെയും വേണമെങ്കിൽ വിഴുങ്ങ, അടിച്ചോണ്ട് പോവാ, വീട്ടിൽ കൊണ്ടുപോവാ. അപ്പൊ നാളെ അയ്യപ്പനെ എടുത്തോണ്ട് പോയി വീട്ടിൽ കൊണ്ടുവച്ചാൽ പറയുമല്ലോ തന്ത്രിക്ക് അത് കൊണ്ടുപോകാനുള്ള അധികാരം ഉണ്ടെന്ന്. തീർച്ചയായിട്ടും നമ്മൾ ഈ കൊടുക്കുന്ന ആ ബഹുമാനം തന്ത്രിയോടും കൊടുത്തിരുന്നു. പാവം ശുദ്ധഭാവമാണെന്ന് വിചാരിച്ച് ആ ബഹുമാനം അദ്ദേഹം ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമാണ്. ഇത് വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല.
വീട്ടിൽ കൊണ്ടുപോയ അപകടവുമാണ്. അവിടെ സ്ട്രോങ് റൂം സാർ, ഉണ്ടാവണം. വീട്ടിൽ കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഇത് ആന്ധ്രയിലുള്ള ആർക്കോ വിറ്റു, ഇത് പിടിക്കപ്പെട്ടപ്പോ അവിടെ നിന്ന് വരുത്തി എന്നൊക്കെയാ പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അല്ലെന്ന് നമുക്കത് അറിയില്ല. നമുക്കറിയില്ലെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താ, ഒരു വീടാവുമ്പോൾ പല ആൾക്കാരും പല താല്പര്യങ്ങളും വേണം. അതാണ്, അവിടെ ബ്രഹ്മാശ്രമം നടക്കുന്ന സ്ഥലവും അല്ലല്ലോ. അങ്ങനെയാണല്ലോ, ലേഡി ഡങ്കൻ ആണല്ലോ ഡങ്കനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. അങ്ങനെ വന്നുകൂടെ? അവർ തന്ത്രി എന്ന് പോലും തന്ത്രിണിയല്ലല്ലോ, ആ കുടുംബത്തിനല്ലല്ലോ. ഈ പണ്ട് കരുണാകരൻ ചോദിച്ച പോലെ ആനപ്പുറത്തിരുന്ന ആൾക്ക് തഴമ്പുണ്ടെന്നും പറഞ്ഞ് അയാളുടെ മക്കൾക്കും തഴമ്പ് വരണമെന്നുണ്ടോ? ഇല്ലല്ലോ. സത്യം പച്ച പരമാർത്ഥമായിട്ട് ചോദിക്കും അല്ലേ? അപ്പം നമ്മൾ അവരെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഒരു കാരണവരാലും യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് സ്ട്രോങ് റൂമാണ് അതിൻ്റെ ഏറ്റവും പരിപാവനമായിട്ടുള്ള, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള താവളം എന്ന് പറയുന്നത്, വയ്ക്കേണ്ട സ്ഥലം. അത് അവിടെ തന്നെ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ തർക്കം അതല്ല, ഇദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയതിൽ മാത്രമാണ്. ഈ തന്ത്രിയുടെ കയ്യിലിരിക്കട്ടെ, ദേവസ്വം ബോർഡിൻ്റെ കയ്യിലിരിക്കട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ വെക്കേണ്ടത് സന്നിധാനത്തായിരിക്കണം. അതാണ് നമ്മുടെ മാനുവൽ അനുസരിച്ചും ഭരണഘടന അനുസരിച്ചും കീഴ്നടപ്പനുസരിച്ചും നടക്കേണ്ട കാര്യം. അതിന് ചിലർ വന്നിട്ട് അതിങ്ങനെ ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹൈക്കോടതി അനുവദിച്ച ഉത്തരവ് ഇദ്ദേഹം എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തന്ത്രിയാണ് സൂക്ഷിക്കാൻ യോഗ്യനായ ആള്, അതിന് അശുദ്ധി കലരാതെ സൂക്ഷിക്കാൻ യോഗ്യനായ ആൾ അദ്ദേഹമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇവരിത് പറയുന്നത്. അല്ലാതെ ഇത് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കുട്ടികൾക്ക് കളിപ്പാട്ടമായിട്ട് കൊടുക്കാനുള്ള സാധനമാണ്. എത്ര കോടി ജനങ്ങളുടെ വിശ്വാസം പേറുന്ന ഒരു പ്രതീകമാണത്, സിംബോളിക്കായിട്ടുള്ള ഒന്നാണത്. അതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കളിപ്പാട്ടം കൊള്ളാമല്ലത്. അതപ്പോൾ സ്വകാര്യമാവും. മനസ്സിലായില്ലേ? അത് അത് ഇദ്ദേഹത്തിൻ്റെ ഈ ബ്രഹ്മാശ്രമം എന്നൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ സങ്കല്പത്തിൽ നിന്ന് മാറി ഗ്രഹസ്ഥാശ്രമമായിട്ട് മാറുമല്ലേ? ഇതൊക്കെ നമുക്ക് അത്യാവശ്യം അറിയണ്ടേ? പിന്നെ തന്നെയല്ല, തത്വമസി എന്നുള്ള തത്വം വന്നിട്ടുള്ളത് എവിടെ? നമ്മുടെ ഉപനിഷത്തിൽ നിന്നാണ് അല്ലേ? ഈ തത്വം അനുസരിച്ചാണ് ശബരിമല പ്രവർത്തിക്കേണ്ടത്. അല്ല താന്ത്രികാചാരം എന്ന് പറയുന്നതിന് അല്ല അവിടെ ബലം കൊടുക്കേണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവിടെ മനുഷ്യനെ തമ്മിൽ ഒരു തൊട്ടുകൂടായ്മയോ ഒന്നുമില്ലാതെ എല്ലാ മതങ്ങൾക്കും എല്ലാ ജാതികൾക്കും വരാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ മക്കളാണ് നമ്മളെന്നുള്ളതാണ് അതിൽ നിന്ന് ധ്വനിക്കുന്നത്. അവിടെ ആചാരത്തിനല്ല പ്രസക്തി, നമ്മുടെ ഐക്യത്തിനും ഒക്കെയാണ് പ്രസക്തിയുള്ളത്. എല്ലാവരെയും ഒരുപോലെ നിന്നുകൊണ്ട് ദൈവത്തെ തൊഴുക, ഉള്ളിലുള്ള ഈശ്വരനെ അറിയുക, നിങ്ങളിൽ തന്നെ ദൈവമുണ്ട്, അതിനെ ഉണർത്തിയെടുക്കുക എന്നുള്ള ഒരു സന്ദർഭമാണ് അവിടെ ഉണ്ടാവുന്നത്. തന്ത്രത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല. ഈ തന്ത്രത്തിന് അമിത പ്രാധാന്യം നൽകിയാണ് നമ്മൾ ഹിന്ദുമതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സത്തയെ ഇല്ലാതാക്കുന്നത്. കാരണം മനുഷ്യന് പല ദൗർബല്യങ്ങളും ഉണ്ടാകാം. ഒരു മനുഷ്യനെ മാത്രം അവിടെയാ പ്രശ്നം. അയാളെ മാത്രം ഈശ്വരനായിട്ട് സങ്കല്പിക്കുകയും ബാക്കിയുള്ളവരെല്ലാം തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറയുകയും ചെയ്യുക എന്നുള്ളതല്ല ഇവിടുത്തെ സങ്കല്പം. നിങ്ങൾ ദൈവമാകുന്നു, നിങ്ങളുടെ ഈശ്വരനെ ഉണർത്തൂ എന്നുള്ളത് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ തന്ത്രിയെപ്പോലെ നമ്മുടെ ആർട്ടിക്കിൾ 19(1) പറയുന്നത് പോലെ തന്നെ നമ്മളെല്ലാം ഈശ്വരന്മാരാണ്. തന്ത്രിക്കുമുള്ള ഈശ്വരാംശം നമ്മളിലുണ്ട്, ദൈവത്തിലുള്ള ഈശ്വരാംശം തന്നെ നമ്മളിലുള്ളപ്പോൾ ഈ തന്ത്രിയെ അങ്ങ് അധികമായിട്ട് ആരാധിക്കുകയും അദ്ദേഹം നമ്മളിൽ നിന്ന് ഉയർന്ന ഒന്നായിട്ട് കാണുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ തത്വമസി അവിടെ തകർന്നു വീഴുകയാണ്. തത്വമസിയുടെ ഗോപുരമണികൾ അവിടെ തകർന്നു വീഴുകയാണ്. അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തന്ത്രിക്ക് പ്രാധാന്യം കൊടുക്കരുത്. അത് സൂക്ഷിക്കേണ്ടത് കോവിലിലെ തന്ത്രി കൈകാര്യം ചെയ്തോട്ടത്, പൂജാരികൾ പൂജ കൈകാര്യം ചെയ്യുന്നത് പോലെ. പക്ഷേ ഇരിക്കേണ്ടത് ശ്രീകോവിലിനകത്തായിരിക്കണം. ദേവസ്വം ബോർഡ് വെക്കണ്ട എന്നുള്ളത് മാത്രമേ അതിന് അർത്ഥമുള്ളൂ എന്നാണ് നമ്മൾ അതിൻ്റെ ശരിയായ പൊരുൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.